സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെസഹ വ്യാഴാഴ്ച വിശ്വാസികൾ ഭക്തിപൂർവ്വം തയ്യാറാക്കുന്ന കുരിശപ്പം, ഇൻട്രി അപ്പം, പെസഹ പാൽ ഇവയൊക്കെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് പെസഹ വ്യാഴാഴ്ച മാത്രം തയ്യാറാക്കുന്ന അപ്പമാണ്. അതുകൊണ്ട് വെഞ്ചിരിച്ച കുരിശോല വയ്ക്കാതെയാണ് ഞാനിതിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. പല പ്രദേശങ്ങളിലും പല രീതിയിലാണ് പെസഹ പാലും പെസഹ അപ്പവും ഒക്കെ തയ്യാറാക്കുന്നത്. 3 പേരുള്ള ഒരു കുടുംബത്തിന് ആവശ്യമുള്ള അളവിലാണ് ഇതൊക്കെ ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പെസഹ അപ്പം തയ്യാറാക്കി തുടങ്ങേണ്ടത്. ആദ്യം തയ്യാറാക്കേണ്ടത് കുരിശപ്പമാണ്. ഒരു കുടുംബത്തിലേക്ക് ഒരു കുരിശപ്പം മാത്രമേ തയ്യാറാക്കാവൂ. കുരിശപ്പത്തിൻ്റെ ഇൻട്രിയപ്പത്തിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് സെയിം ആണ്, അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുരിശപ്പം തയ്യാറാക്കാം. അതിനായി ആദ്യം തന്നെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഉഴുന്നെടുക്കുന്നു. 1/4 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ കുതിർത്തതാണിത്. ഒന്നെങ്കിൽ ഉഴുന്ന് ഇതുപോലെ കുതിർത്തെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഉഴുന്നു പൊടി ഉപയോഗിച്ചാലും മതി. അതും 1/4 കപ്പ് തന്നെ എടുക്കുക. ഇനി അഥവാ ഉഴുന്ന് കുതിർക്കാനിടാൻ മറന്നു പോയെങ്കിൽ 1/4 കപ്പ് ഉഴുന്നെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം ഒരു പാനിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം, ഇടിയപ്പം, പത്തിരി ഇവയ്ക്കൊക്കെ വേണ്ടി നമ്മൾ മേടിക്കുന്ന വറുത്ത അരിപ്പൊടി. ഈ അരിപ്പൊടിക്ക് പകരം പച്ചരി ഉപയോഗിച്ചും അപ്പം തയ്യാറാക്കാം. അപ്പോൾ പച്ചരിയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ 1 കപ്പ് പച്ചരി കുതിർത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 3 കുഞ്ഞുള്ളി, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, 2 പിഞ്ച് ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതപ്പോൾ മുഴുവനായിട്ട് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അരച്ചെടുക്കാം. ഇതിൽ അരിപ്പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് വെള്ളം ചേർത്ത് അതേപടി അങ്ങ് അരച്ചാൽ ചിലപ്പോൾ ബ്ലേഡ് സ്റ്റക്കാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി തന്നെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇതൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. നേരത്തെ അരച്ചതുപോലെ അത്ര ഫൈൻ പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മളിപ്പോൾ അരച്ചെടുത്ത ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതാണ് കുരിശപ്പത്തിനുള്ള പാകം. കുരിശപ്പം ഒരു സ്റ്റീൽ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ തയ്യാറാക്കിയ മാവിൽ നിന്നും ആവശ്യത്തിനുള്ള മാവ് ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള കുരിശപ്പം വേണോ അത്രയും അളവിൽ മാവ് ഒഴിക്കുക. കുരിശപ്പം ഒട്ടും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്ന അളവിൽ കുരിശപ്പം തയ്യാറാക്കാവൂ. വിശ്വാസികൾ പെസഹ വ്യാഴാഴ്ച മാത്രം തയ്യാറാക്കേണ്ട അപ്പമാണിത്. ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി നേരത്തെ തയ്യാറാക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ കുരിശ് വെക്കുന്നില്ല. പെസഹ വ്യാഴാഴ്ച തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ നടുവിലായി ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടിയ വെഞ്ചിരിച്ച കുരുത്തോല കുരിശാകൃതിയിൽ മുറിച്ച് വെക്കണം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് അപ്പച്ചെമ്പിലേക്ക് വയ്ക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണല്ലോ പെസഹ. അതുകൊണ്ട് മാവ് തയ്യാറാക്കിയാൽ ഒട്ടും പുളിക്കാൻ അനുവദിക്കരുത്. ഉടനെ തന്നെ കുരിശപ്പം തയ്യാറാക്കണം. ഇത് വേവാനെടുക്കുന്ന സമയം നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് മാറും. അപ്പോൾ ഇത് പാകത്തിന് വേവിച്ചെടുക്കാം. അടുത്തതായി ഇൻട്രിയപ്പം തയ്യാറാക്കാം. നമ്മൾ കുരിശപ്പം തയ്യാറാക്കിയ മാവിൻ്റെ ബാക്കി കൊണ്ടാണ് ഇൻട്രിയപ്പം തയ്യാറാക്കുന്നത്. കുരിശപ്പത്തിന് വേണ്ടി റെഡിയാക്കി ഈ ഒരു മാവ് അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇൻട്രിയപ്പത്തിന് സ്വല്പം കൂടെ തിക്കായിട്ടിരിക്കണം. അതുകൊണ്ട് ഇതിലേക്ക് അല്പം അരിപ്പൊടി കൂടി ചേർക്കാം. 1/4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൺസിസ്റ്റൻസി നോക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടി കൂടി ചേർത്തപ്പോൾ മാവ് നന്നായിട്ട് തിക്കായി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പം ഇതാണ് ഇൻട്രിയപ്പത്തിനുള്ള പാകം. ഇൻട്രിയപ്പം സാധാരണ വാഴയിലയിലാണ് തയ്യാറാക്കുന്നത്. അപ്പം വാഴയില വെട്ടി വെയിലത്ത് വെച്ചോ തീയിൽ കാണിച്ചോ വാട്ടിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാം. ഇപ്പോൾ വാഴയില ഇല്ലെങ്കിൽ കുരിശപ്പം തയ്യാറാക്കിയ രീതിയിൽ പാത്രത്തിൽ തയ്യാറാക്കിയാലും മതി. ഇനി ഈ വാഴയിലയുടെ നടുവിലായി മാവ് വെച്ച് കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ കൈകൊണ്ടാണ് പരത്തുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കി പരത്തിയെടുക്കുക. ഇത് ഒത്തിരി കനത്തിൽ ഉണ്ടാക്കരുത്, വേകാൻ ഒത്തിരി സമയമെടുക്കും. പിന്നെ സാധാരണ ഇൻട്രിയപ്പം കനം കുറച്ചാണ് ഉണ്ടാക്കാറ്. ഇനി വാഴയില കോണോട് കോൺ ആദ്യം മടക്കാം. ഇനി മറ്റു കോണുകൾ കൂടി മടക്കാം. ഒരു ചതുര ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി ഇത് തുറന്നു പോകാതെ മറിച്ചു വയ്ക്കാം. ഇതേ രീതിയിൽ ബാക്കി മാവ് കൂടി റെഡിയാക്കി എടുക്കാം. ഇതും ആവിയിൽ വേവിക്കാനായി വയ്ക്കാം. ഞാനിവിടെ എല്ലാം ചെറിയ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ഒരളവിലുണ്ടാക്കിയാൽ 1 കുരിശപ്പോ 3 ചെറിയ ഇൻട്രിയപ്പോ ആണ് കിട്ടുന്നത്.
ഇതാകെ 3 അപ്പമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കൊരു 20 മിനിറ്റിൽ വേവായി കിട്ടി. അടുത്തതായി പെസഹ പാൽ തയ്യാറാക്കാം. തേങ്ങാപ്പാൽ കൊണ്ടാണ് പെസഹ പാൽ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചു പിഴിഞ്ഞെടുത്ത് 1/4 കപ്പ് 1-ാം പാല്. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും അടിച്ചു പിഴിഞ്ഞെടുത്ത് 1/2 കപ്പ് 2-ാം പാല്. വീണ്ടും 1 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചു പിഴിഞ്ഞെടുത്ത് 1 കപ്പ് 3-ാം പാല്. ഇനി ചുവട് കെട്ടിയുള്ള ഒരു സോസ് പാനിലേക്ക് ഇതിൽ നിന്നും 3-ാം പാലും 2-ാം പാലും ഒഴിക്കാം. ഈ 1-ാം പാലിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 പിഞ്ച് ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പോഴല്ല ചേർക്കുന്നത്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പാലിലേക്ക് മധുരത്തിന് വേണ്ടി 5 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ പകരം പഞ്ചസാര ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കര കരടും തരികളൊക്കെ ഉള്ള ടൈപ്പ് ആണെങ്കിൽ അതൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഇതിൽ ചേർക്കുക. ഞാനിപ്പോൾ എടുത്ത ശർക്കരയിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്തത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരിപ്പൊടിയുടെ കട്ടകളെല്ലാം അലിഞ്ഞതിന് ശേഷം ഇത് തിളപ്പിക്കാനായി വയ്ക്കാം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ തിളപ്പിക്കണം. തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞു പോകും, അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തിളപ്പിക്കാം. നന്നായിട്ട് ചൂടായി ശർക്കരയെല്ലാം പൂർണ്ണമായിട്ട് ഉരുക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത അളവിലാണെങ്കിൽ ഒരു ചെറു മധുരമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂടുതൽ ചേർക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ചു. ഇനി ഇത് കുറച്ച് സമയം കൂടി ഇളക്കുമ്പോഴേക്കും പാകത്തിന് കുറുകി വരും. ഇതാ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അത്യാവശ്യം നന്നായി തന്നെ കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന 1-ാം പാല് ചേർക്കാം. അപ്പോൾ അതിൽ ചേർത്ത പൊടികളൊക്കെ അടിയിൽ സെറ്റിലായിട്ടുണ്ടാവും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചേർക്കാം. ഇനി ഫ്ലെയിം കൂട്ടരുത്. ഒരു 10 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് കുരിശോല കുരിശാകൃതിയിലാക്കി ഇട്ട് കൊടുക്കണം. ഞാനിത് നേരത്തെ ചെയ്യുന്നത് കൊണ്ട് കുരിശോല ചേർക്കുന്നില്ല. പെസഹാടെ അന്ന് കുരിശോല ചേർക്കാം. ഈ പാലിൽ ചിലർ ചെറുപഴം മുറിച്ചിടാറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പെസഹ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ച രാത്രി കുടുംബനാഥൻ കുരിശപ്പം മുറിച്ച് പെസഹ പാലിൽ മുക്കി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും പാലും അപ്പവും പൂർണ്ണമായി തന്നെ കഴിക്കണം. ഒട്ടും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കുമ്പോൾ ഒത്തിരി അളവിൽ തയ്യാറാക്കാതെ ആവശ്യത്തിന് മാത്രം തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഈ പാലും അപ്പവും ബാക്കി വന്നാൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നും കഴിക്കാം. എല്ലാവർക്കും പെസഹ ആശംസകൾ. ഈസ്റ്റർ വിഭവങ്ങളുമായി ഉടൻ കാണാം. നന്ദി.